ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ചില ഉദ്യോഗാർത്ഥികൾ ഇപ്പം നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി പ്രിപ്പറേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റ്, ഏതാണ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക തുടങ്ങിയ രീതിയിലുള്ള ഒരു തരം കൺഫ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പായി വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുള്ള ആളുകൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നൊരു എക്സാമാണ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ തന്നെ വരുമെന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് വരുന്ന എക്സാം ആയതുകൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രശ്നം ഇവിടെ റൈസ് ചെയ്യുന്നത്. അതായത് ഇതിലേത് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു സ്ലൈഡോട് കൂടി ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ രണ്ട് പോസ്റ്റുകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ രണ്ട് പോസ്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ, ഈ രണ്ട് പോസ്റ്റുകളിൽ നമ്മളൊരു കമ്പാരിസണിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാലറി നോക്കുകയാണെങ്കിൽ ഒരു തുടക്കക്കാരൻ തന്നെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു 70,000, പുതിയ പേ സ്കെയിൽ വന്നതോടുകൂടി ഒരു 70,000 എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു ജൂനിയർ എൻട്രി ലെവൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു 50,000 എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ സാലറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് ഒരു ക്ലിയർ ആയിട്ടുള്ള അപ്പർ എഡ്ജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത് ഇത് ജോലി ചെയ്യുന്ന സ്ഥലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ല, മിക്കവാറും നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അക്കോർഡിംഗ് ടു അത് ഡിപ്പെൻഡ് ഓൺ യുവർ വേക്കൻസി ആണ് കേട്ടോ. അവിടെ നിങ്ങളുടെ ജില്ലയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ, എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കാൻ, നമുക്ക് കേരളത്തിൽ തന്നെ ജോലി ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി RRBയുടെ കേസിൽ കേരള ഒരു ഓപ്ഷനായിട്ട് ഉണ്ടെങ്കിൽ പോലും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് മിക്കവരും അപ്ലൈ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള സോണുകളിലാണ്. അതായത് ചെന്നൈ സോണ്, ബാംഗ്ലൂർ സോണ്, മുംബൈ സോണിലൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത RRBയുടെ ജൂനിയർ എഞ്ചിനീയറിലുണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ ഡിസ്കഷനിൽ പോസ്റ്റ് വൈസ് ഒരു കമ്പാരിസൺ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ അപ്പർ എഡ്ജ് ആർക്ക് വന്നിട്ടുണ്ട്, ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കംഫർട്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ ജോലി എത്രത്തോളം നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. കംഫർട്ടിന് പല മീനിങ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ചില ജോലി ചെയ്യുന്നത്, ഏത് നൈറ്റിൽ ഡ്യൂട്ടി എടുക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു കംഫർട്ട് തന്നെ ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിരുന്നാലും റെയിൽവേ ജോലികൾ ഒരു 9 to 5 ജോബായിട്ടോ അല്ലെങ്കിൽ ഒരു 10 to 4 ജോബായിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്യുവർലി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ എന്ന് പറയുന്നത് 24 hours സർവീസ് ഉള്ള എന്താ പറയുക ഒരു ഓർഗനൈസേഷനാണ്. 24/7 വർക്ക് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ലീവ് ഇല്ലാണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാറ്റഗറി ഒന്നല്ല ഈ RRB ജൂനിയർ എഞ്ചിനീയർ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈവൻ ഇൻ ദ നൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടിലും നിങ്ങൾ അവിടെ വർക്ക് എടുക്കേണ്ടി വരും. നൈറ്റ് ഡ്യൂട്ടീസ് നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജൂനിയർ എഞ്ചിനീയർ കേസിൽ. എന്നാൽ അങ്ങനെയല്ല ഒരു ഇൻസ്പെക്ടർ കേസിൽ, ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ജോബ് കംഫർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും RRBയേക്കാൾ കൂടുതൽ തന്നെയാണ്. ബിക്കോസ് അവിടെ നിങ്ങളുടെ ജോബ് ടൈം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ടൈമാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾക്ക് ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇതൊരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതിൽ തന്നെ ചില പോസ്റ്റുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയറിൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ശനി ഞായറൊക്കെ ലീവൊക്കെ ഉള്ള കാറ്റഗറി തന്നെയാണ്. എന്നാൽ ജനറൽ സർവീസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് എന്തായിരിക്കും, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അതിന് ട്രാക്ക് മെഷീനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ജോലിയായിട്ട് റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ മാറാറുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കമ്പാരിസൺ. ഈ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ 3 കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത്, അതായത് ബെറ്റർ എന്ന് തോന്നുന്നത്
അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തന്നെയാണ്. ഓക്കെ, ഞാൻ ഈ ജോബിൻ്റെ ഒരു കമ്പാരിസൺ മാത്രമല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് അടുത്തൊരു പ്രശ്നം കിടക്കുന്നത്. ഈ എക്സാമുകളിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടുതൽ വരാൻ പോകുന്നത് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലായിരിക്കും, കമ്പാരിറ്റീവ്ലി RRB JEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം കുറച്ചുകൂടി വേക്കൻസീസ് കൂടുതൽ ഉണ്ടാവുക ജൂനിയർ എഞ്ചിനീയറിനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജൂനിയർ എഞ്ചിനീയറാണ് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള എക്സാമും. ഓക്കെ, പക്ഷേ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് എന്തായാലും 100-ൽ താഴെ വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല കംഫർട്ടുള്ള നല്ല സാലറിയുള്ള ജോബ് കിട്ടണമെങ്കിൽ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ അക്കാര്യത്തിൽ റെയിൽവേ ആണ് ഒരു അപ്പർ എഡ്ജ് ഉള്ളത്. ഇനി നമ്മളൊരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ഈ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ കഴിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പെട്ടെന്ന് പോസിബിൾ അല്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിന് അടുത്ത വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. സോ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരിക, അതിന് ശേഷമായിരിക്കും അഡ്വൈസ് വരിക. എന്തായാലും ഒരു 1 to 1.5 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് എവിടെ വരുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ റെയിൽവേ എക്സാംസുകൾ ഇയർലി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ റെയിൽവേ എക്സാംസുകളുടെ പ്രത്യേകത. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു ബേസിക് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ജോബിനോടാണോ കൂടുതൽ ഇൻട്രസ്റ്റ് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇനി പറയാനുള്ള പോയിന്റ് ഇതാണ്, നിങ്ങളെടുത്ത് ഏത് എക്സാമാണ് ചൂസ് ചെയ്യുക, അതാണല്ലോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കമ്പാരിസണൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ചൂസ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ജോലിയുണ്ട്, ഒരു പ്രൈവറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ ഒരു ജോലിയുള്ള ആളാണ്. നിങ്ങൾക്ക് ഇനി കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാനുള്ള സമയമേ കിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ബാക്കി കുറഞ്ഞൊരു സമയം മാത്രമേ, ഡെയിലി ഒരു 4 hours അല്ലെങ്കിൽ മാക്സിമം ഒരു 3 to 4 hours കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു എക്സാം മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ, ഐദർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ RRB ജൂനിയർ എഞ്ചിനീയർ. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സജഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് തോന്നുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ടൈമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു ഫുൾ ടൈം പ്രിപ്പറേഷൻ ഡെയിലി ഒരു 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ ഒരു ഡെയിലി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഒന്നല്ല അതിൽ കൂടുതൽ എക്സാംസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം, യാതൊരു ഇഷ്യൂസും ഇല്ല. അതായത് നിങ്ങൾക്ക് ഈ 2 എക്സാംസുകളും ഒരേ സമയം തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വേണ്ടിയും പഠിക്കാം, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ആകെ കൺഫ്യൂഷൻ ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ടൈം പ്രിപ്പറേഷൻ ഉള്ളവർക്ക് ഏത് എക്സാമിന് വേണ്ടിയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ, തീർച്ചയായിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ എവിടെയാണ്, നിങ്ങൾക്ക് സിലബസ് വൈസ് ഏതാണ് കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൂടി നോക്കിയതിന് ശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇത് കേരളത്തിന് പുറത്തേക്കുള്ള പോകാനുള്ളതുണ്ട്, അതുകൊണ്ട് അതും നിങ്ങൾ കൺസിഡറേഷനിൽ വരണം. അപ്പോൾ ഇത്തരം പോയിന്റ്സുകൾ കമ്പയർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മൾ എൻട്രിയിൽ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രിയുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ RRBയുടെ ജൂനിയർ എഞ്ചിനീയറിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ദെൻ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം റെയിൽവേയുടെ എക്സാംസും ഇൻസ്പെക്ടർ എക്സാമും ഒരേപോലെ പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എൻട്രിയോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.